കൊച്ചി നഗരത്തിന്റെ ഹൃദയഭാഗത്ത് ആകാശമുട്ട ഉയർന്നു നിൽക്കുന്ന ആഡംബര ഫ്ലാറ്റ് സമുച്ചയത്തിന്റെ 12ാം നിലയിലായിരുന്നു മായയുടെ വീട്. നഗരത്തിരക്കുകളിൽ നിന്ന് മാറി ശാന്തവും എന്നാൽ ആഡംബരപൂർണവുമായ ഒരു ജീവിതം. 10ാം നിലയിലെ ബാൽക്കണിയിൽ നിന്ന് താഴേക്ക് നോക്കിയാൽ ചുവപ്പും മഞ്ഞയും വെളിച്ചമിതറി ഒഴുകുന്ന വാഹനങ്ങളുടെ നിര ഒരു പുഴ പോലെ ഒഴുകുന്നത് കാണാം. ആ കാഴ്ചകളിലേക്ക് നോക്കി നിൽക്കുമ്പോഴും ഡോക്ടർ മായയുടെ മനസ്സ് എവിടെയോ ദൂരേക്ക് പാറിപ്പറക്കുകയായിരുന്നു. ഒരു പ്രശസ്തയായ ന്യൂറോ സർജൻ എന്ന നിലയിൽ മായയുടെ ജീവിതം ഒരു ക്ലോക്കിന്റെ സൂചിയേക്കാൾ വേഗത്തിലാണ് ഓടിക്കൊണ്ടിരുന്നത്. ആശുപത്രിയിലെ ഓപ്പറേഷൻ തിയേറ്ററിലെ തീക്ഷ്ണമായ വെളിച്ചവും ICUവിലെ യന്ത്രങ്ങളുടെ താളവുമായിരുന്നു അവളുടെ ലോകത്തെ നിർവചിച്ചിരുന്നത്. ജീവൻ രക്ഷിക്കാൻ വേണ്ടി പോരാടുന്ന ഓരോ നിമിഷവും അവൾക്ക് തൻ്റെതായ അസ്തിത്വം നൽകി. എന്നാൽ ആ തിരക്കുകൾക്കിടയിൽ അവൾ അറിയാതെ തന്നെ തൻ്റെ സ്വന്തം ജീവിതത്തിന്റെ അടിത്തറ ഇളകുകയായിരുന്നു. മായയുടെ ഭർത്താവ് രാഹുൽ നഗരത്തിലെ അറിയപ്പെടുന്ന ഒരു ആർക്കിടെക്റ്റാണ്. നഗരത്തിലെ പല വലിയ കെട്ടിടങ്ങളും രൂപകൽപ്പന ചെയ്തത് അയാളായിരുന്നു. രാഹുലിന്റെ കരവിരുതിൽ ഉയർന്ന ആ ഫ്ലാറ്റിന് ഭംഗിയേറെയുണ്ടായിരുന്നെങ്കിലും ആ ചുവരുകൾക്കുള്ളിൽ ഒരു വീടിന്റെ ചൂടുണ്ടോ എന്ന് മായ പലപ്പോഴും സംശയിച്ചിട്ടുണ്ട്. അവരുടെ 14 വയസ്സുകാരി മകൾ അനഘയും 8 വയസ്സുകാരൻ മകൻ അർജുനും ആ വലിയ ഫ്ലാറ്റിന്റെ ചുവരുകൾക്കുള്ളിൽ തങ്ങളുടേതായ ഒരു ലോകത്തായിരുന്നു. മായയുടെ പകൽ സമയം മുഴുവൻ സ്വന്തം ക്ലിനിക്കിലും രാത്രി സമയം ആശുപത്രിയിലെ അത്യാഹിത വിഭാഗത്തിലുമായിരുന്നു. വീട് എന്നത് അവൾക്ക് കുളിക്കാനും വസ്ത്രം മാറാനും ഉറങ്ങാനുമുള്ള ഒരിടം മാത്രമായി ചുരുങ്ങിപ്പോയിരുന്നു. ഈ വീടിന്റെ യഥാർത്ഥ ശില്പി മായയോ രാഹുലോ ആയിരുന്നില്ല, മറിച്ച് സാവിത്രിയായിരുന്നു. പാലക്കാട്ടെ ഏതോ ഉൾഗ്രാമത്തിൽ നിന്ന് വർഷങ്ങൾക്ക് മുമ്പ് ഈ വീട്ടിലെത്തിയ സാവിത്രി മായക്കും രാഹുലിനും വെറും ഒരു വേലക്കാരിയായിരുന്നില്ല. വീടിന്റെ ഓരോ കോണം സാവിത്രിയുടെ വിരലടയാളങ്ങളിൽ സമ്പന്നമായിരുന്നു. മായക്കും മക്കൾക്കും എന്തു വേണമെന്ന് രാഹുലിനേക്കാൾ നന്നായി സാവിത്രിക്ക് അറിയാമായിരുന്നു. മക്കളെ സ്വന്തം മക്കളെ പോലെ സ്നേഹിക്കാനും അവർ വഴിതെറ്റുമ്പോൾ ശാസിക്കാനും സാവിത്രിക്ക് മായ അധികാരം നൽകിയിരുന്നു. സാവിത്രി ഇല്ലാത്ത ഒരു ജീവിതം മായക്ക് ആലോചിക്കാൻ പോലും കഴിയുമായിരുന്നില്ല. എന്നാൽ കഴിഞ്ഞ 2 ആഴ്ചയായി സാവിത്രിയുടെ പെരുമാറ്റത്തിൽ എന്തോ ഒരു മാറ്റം മായ ശ്രദ്ധിച്ചു തുടങ്ങി. സാധാരണ വായാടിയായ സാവിത്രി ഇപ്പോൾ അധികം സംസാരിക്കാറില്ല. മായയുടെ കണ്ണുകളിൽ നോക്കാൻ അവൾ ഭയപ്പെടുന്നത് പോലെ പലപ്പോഴും തോന്നിയിട്ടുണ്ട്. മായ ഡ്യൂട്ടിക്ക് പോകാൻ തയ്യാറെടുക്കുമ്പോൾ സാവിത്രി അരികിൽ വന്നു നിൽക്കും. എന്തോ ഗൗരവമായ കാര്യം പറയാൻ അവൾ ആഗ്രഹിക്കുന്നുണ്ടെന്ന് ആ മുഖഭാവത്തിൽ നിന്ന് വ്യക്തമായിരുന്നു. പക്ഷേ മായയുടെ തിരക്കും അക്ഷമയും കാണുമ്പോൾ സാവിത്രി ആ വാക്കുകൾ ഉള്ളിലൊതുക്കി മടങ്ങും. ഒരു ശനിയാഴ്ച വൈകുന്നേരം, ആകാശം കറുത്തിരണ്ട് മഴ പെയ്യാൻ തയ്യാറെടുക്കുന്ന നേരം, മായ സ്റ്റെതസ്കോപ്പും ബാഗും എടുത്ത് രാത്രി ഡ്യൂട്ടിക്ക് ഇറങ്ങാൻ തുടങ്ങുകയായിരുന്നു. അപ്പോഴാണ് സാവിത്രി ഒരു കപ്പ് ചായയുമായി മുറിയിലേക്ക് വന്നത്. എന്താ സാവിത്രി, നിനക്ക് സുഖമില്ലേ? മായ ചോദിച്ചു. സാവിത്രി ഒന്ന് മടിച്ചു. പിന്നെ താഴ്ന്ന സ്വരത്തിൽ പറഞ്ഞു, അത് മാഡം, ഇന്ന് രാത്രി ഹോസ്പിറ്റലിൽ പോകാതിരുന്നൂടെ? മായ ഒന്ന് നെട്ടിപ്പോയി. തന്റെ ജോലിയിൽ ഒരിക്കലും ഇടപെടാത്ത തികച്ചും വിനീതയായ സാവിത്രി ഇങ്ങനെ ഒന്ന് ചോദിക്കുമെന്ന് അവൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നില്ല. മായയുടെ ശബ്ദത്തിൽ അല്പം ദേഷ്യം കലർന്നു. എന്താ സാവിത്രി നീ പറയുന്നത്? ഞാൻ ഒരു ഡോക്ടറാണ്. എനിക്ക് ലീവ് എടുക്കാൻ പറ്റുന്ന നേരമാണോ ഇത്? എന്തെങ്കിലും അത്യാവശ്യമുണ്ടോ? സാവിത്രിയുടെ കണ്ണുകൾ നിറഞ്ഞു. അവൾ വിറക്കുന്ന സ്വരത്തിൽ തുടർന്നു, അതിനല്ല മാഡം, രാത്രിയിൽ മകളുടെ അടുത്ത് അമ്മ ഉണ്ടാകുന്നതാണ് നല്ലത്. അനഘക്ക് നിങ്ങളെ വേണം. മാഡം പോകരുത്. മായയുടെ ഉള്ളിലെ ദേഷ്യം പതിയെ പൊന്തി വന്നു. തന്റെ പ്രൊഫഷണൽ ജീവിതത്തിലേക്ക് മറ്റാരും ഇടപെടുന്നത് അവൾക്ക് ഇഷ്ടമായിരുന്നില്ല. എന്റെ കുട്ടികളെ എങ്ങനെ നോക്കണമെന്ന് എനിക്കറിയാം സാവിത്രി. നീ നിന്റെ ജോലി നോക്കിയാൽ മതി. രാഹുൽ വീട്ടിലുണ്ടല്ലോ, പിന്നെന്താ പ്രശ്നം? സാവിത്രി ഒന്നും മിണ്ടിയില്ല. തല താഴ്ത്തി അവൾ മുറിയിൽ നിന്ന് പുറത്തേക്ക് പോയി. എന്നാൽ സാവിത്രിയുടെ വാക്കുകൾ മായയുടെ മനസ്സിൽ ഒരു മുള്ളുപോലെ തറച്ചു നിന്നു. വെറും ഒരു വേലക്കാരിയായ സാവിത്രിക്ക് എങ്ങനെയാണ് തന്റെ പ്രൊഫഷണൽ ലൈഫിൽ ഇടപെടാൻ ധൈര്യം വന്നത്? അവൾക്ക് കൂടുതൽ പണം വേണമായിരുന്നോ? അതോ വീട്ടിലെ ജോലിഭാരം അവളെ അലട്ടുന്നുണ്ടോ? അപ്പോഴാണ് മായയുടെ മനസ്സിൽ സംശയങ്ങൾ ഉണർന്നത്. കുറച്ച് ദിവസങ്ങളായി രാഹുലും വല്ലാതെ മാറിപ്പോയിരിക്കുന്നു. 14കാരിയായ മകൾക്ക് തന്റെ സാമീപ്യം വേണമെന്ന് സാവിത്രിക്ക് തോന്നാൻ എന്ത് കാരണമാണുള്ളത്? ഓരോ ചിന്തകളും മായയുടെ തലച്ചോറിനെ പിടിച്ചുലച്ചു. നഗരത്തിലെ തിരക്കേറിയ ആശുപത്രിയിൽ ജീവൻ രക്ഷിക്കാനുള്ള പോരാട്ടത്തിൽ മുഴുകേണ്ട ഒരു സർജന്റെ ഉള്ളിൽ തന്റെ കുടുംബത്തെക്കുറിച്ചുള്ള ഒരു വലിയ അരക്ഷിതാവസ്ഥ നിറഞ്ഞു. പുറത്ത് മഴ കനത്തു തുടങ്ങിയിരുന്നു. കാറിലിരുന്ന് ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോഴും മായയുടെ കണ്ണുകൾ CCTV ക്യാമറയുടെ ആപ്പിലേക്കും മനസ്സിൽ സാവിത്രിയുടെ ആ വാക്കുകളിലേക്കും നീണ്ടു. ആഡംബരങ്ങളുടെ നടുവിലും തന്റെ വീട് ഒരു തടവറയാകുകയാണോ? താൻ അറിയാതെ തന്നെ തന്റെ കുടുംബത്തിനുള്ളിൽ എന്തോ വലിയൊരു രഹസ്യം വളരുന്നുണ്ടെന്ന് മായക്ക് തോന്നി.
ആ സത്യം കണ്ടെത്താതെ ഇനി സമാധാനമായി ഉറങ്ങാൻ കഴിയില്ലെന്ന് അവൾ മനസ്സിൽ കുറിച്ചു. പണത്തിനും പദവിക്കുമപ്പുറം തന്റെ ചോരയും നീരും നൽകി വളർത്തിയ മക്കൾക്കും രാഹുലിനുമിടയിൽ സാവിത്രി ഒരു മതിൽ തീർക്കുകയാണോ എന്ന ചോദ്യത്തിന് ഉത്തരം തേടി മായയുടെ മനസ്സ് അലഞ്ഞു തുടങ്ങി. ആ രാത്രി മായയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പോരാട്ടത്തിന്റെ തുടക്കമായിരുന്നു. സാവിത്രി നൽകിയ ആ മുന്നറിയിപ്പിന് ശേഷം കടന്നുപോയ ഓരോ നിമിഷവും മായയുടെ മനസ്സിനെ ഒരു വലിയ യുദ്ധക്കളമാക്കി മാറ്റി. ആശുപത്രിയിലെ തിരക്കേറിയ വാർഡുകളിലൂടെ നടക്കുമ്പോഴും അതീവ ശ്രദ്ധ ആവശ്യമുള്ള സർജറികൾക്കിടയിലും അവളുടെ മനസ്സിന്റെ ഒരു കോൺ എപ്പോഴും ആ 12ാം നിലയിലെ ഫ്ളാറ്റിന്റെ ചുവരുകൾക്കുള്ളിൽ തന്നെയായിരുന്നു. സംശയത്തിന്റെ വിത്തുകൾ ഒരിക്കൽ മനസ്സിൽ മുളച്ചാൽ അത് എത്ര വേഗമാണ് ഒരു വൻമരമായി വളരുന്നത് എന്ന് മായ ഭയത്തോടെ തിരിച്ചറിഞ്ഞു. പ്രിയപ്പെട്ടവരുടെ ഓരോ ചെറിയ ചലനങ്ങളും മായയ്ക്ക് ഇപ്പോൾ ദുരൂഹമായി തോന്നി തുടങ്ങി. രാഹുലിന്റെ പെരുമാറ്റത്തിലുണ്ടായ മാറ്റങ്ങളായിരുന്നു മായയെ ഏറ്റവും കൂടുതൽ അസ്വസ്ഥയാക്കിയത്. സാധാരണയായി വീട്ടിലെത്തിയാൽ ഓഫീസിലെ വിശേഷങ്ങൾ പങ്കുവച്ചിരുന്ന അയാൾ ഇപ്പോൾ മൗനവ്രതത്തിലാണ്. പലപ്പോഴും ഫോണുമായി ബാൽക്കണിയിലേക്ക് പിൻവാങ്ങുന്ന രാഹുലിനെ മായ ശ്രദ്ധിച്ചു. ആരും കേൾക്കാതെ താഴ്ന്ന സ്വരത്തിൽ അയാൾ ആരോടോ ഗൗരവമായി സംസാരിക്കുന്നു. മായ മുറിയിലേക്ക് കടന്നു വരുമ്പോൾ സംസാരം പെട്ടെന്ന് നിർത്തുകയോ ഫോൺ പോക്കറ്റിലേക്ക് മാറ്റുകയോ ചെയ്യുന്നത് അവളുടെ ഉള്ളിലെ സംശയത്തിന്റെ കനലുകൾക്ക് കാറ്റുപകർന്നു. രാഹുലിനെ തനിക്ക് പൂർണ്ണ വിശ്വാസമായിരുന്നു. പക്ഷേ ഇപ്പോൾ ആ വിശ്വാസത്തിന്റെ അടിത്തറ ഇളകുന്നത് പോലെ അവൾക്ക് തോന്നി. സാവിത്രിയുടെ കാര്യവും ഒട്ടും വ്യത്യസ്തമായിരുന്നില്ല. വീട്ടുജോലികൾക്കിടയിൽ സാവിത്രിയും ഫോണിൽ രഹസ്യമായി സംസാരിക്കുന്നത് മായ നേരിട്ട് കണ്ടു. ഒരിക്കൽ അടുക്കളയുടെ മറവിൽ നിന്ന് സാവിത്രി പറയുന്നത് മായ വ്യക്തമായി കേട്ടു. മാഡം ഇപ്പോൾ വീട്ടിലുണ്ട്, അതുകൊണ്ട് ഇപ്പോൾ വരാൻ കഴിയില്ല. നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഈ വാക്കുകൾ മായയുടെ ഹൃദയത്തിൽ ഒരു ഇടുത്തി പോലെയാണ് പതിച്ചത്. ആരെയാണ് സാവിത്രി വീട്ടിലേക്ക് ക്ഷണിക്കുന്നത്? തന്റെ അഭാവത്തിൽ ആരൊക്കെയാണ് ഈ വീടിന്റെ പടികൾ കയറുന്നത്? സാവിത്രിയും രാഹുലും ചേർന്ന് തന്നെ വഞ്ചിക്കുകയാണോ? അതോ തന്റെ മക്കളെ ഇതിലേക്കൊക്കെ വലിച്ചിഴക്കുകയാണോ? ഈ ചോദ്യങ്ങൾ മായയെ ഒരു നിഴലായി പിന്തുടർന്നു. ജോലിക്കിടയിൽ കിട്ടുന്ന ഓരോ ഇടവേളകളിലും അവൾ ഫോണിലെ CCTV ആപ്പ് തുറന്നു നോക്കി. ലിവിംഗ് റൂമിലെയും ഡൈനിങ് ഏരിയയിലെയും ക്യാമറകളിൽ കാണുന്ന കാഴ്ചകൾ തികച്ചും സാധാരണമായിരുന്നു. കുട്ടികൾ പഠിക്കുന്നു, സാവിത്രി ജോലി ചെയ്യുന്നു, രാഹുൽ ലാപ്ടോപ്പിൽ മുഴുകിയിരിക്കുന്നു. എന്നാൽ ഈ സാധാരണത്വത്തിന് പിന്നിൽ അസാധാരണമായ എന്തോ ഒന്ന് ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് മായയുടെ മനസ്സ് മന്ത്രിച്ചു കൊണ്ടിരുന്നു. ആ ക്യാമറകൾക്ക് കാണാൻ കഴിയാത്ത എന്തോ ഒന്ന് തന്റെ വീട്ടിൽ സംഭവിക്കുന്നുണ്ട്. അനഘയുടെ പെരുമാറ്റവും മായയെ വല്ലാതെ നോവിച്ചു. സ്കൂൾ കഴിഞ്ഞു വന്നാൽ അനഘ മുഴുവൻ സമയവും മുറി അടച്ചിരിക്കുകയാണ്. മായ അവളോട് സംസാരിക്കാൻ ചെന്നാൽ എനിക്ക് പഠിക്കാനുണ്ടമ്മേ എന്ന് പറഞ്ഞ് അവൾ ഒഴിഞ്ഞു മാറും. പണ്ട് അമ്മയോട് ഒട്ടി നടന്നിരുന്ന മകളുടെ കണ്ണുകളിൽ ഇപ്പോൾ വല്ലാത്തൊരു തണുപ്പാണ് മായ കണ്ടത്. അതേസമയം സാവിത്രിയോട് അനഘയ്ക്ക് വല്ലാത്തൊരു അടുപ്പമുള്ളതുപോലെ മായക്ക് തോന്നി. തന്നേക്കാൾ കൂടുതൽ സാവിത്രിയെ മക്കൾ സ്നേഹിക്കുന്നു എന്ന തോന്നൽ മായയിൽ അസൂയയും സങ്കടവും നിറച്ചു. രാത്രികളിൽ ഉറക്കം തന്നെ കിട്ടാതായി. തന്റെ സ്നേഹവും സാമീപ്യവും കുറഞ്ഞതുകൊണ്ടാണോ എല്ലാവരും തന്നിൽ നിന്ന് അകലുന്നത്? അതോ കരിയറിന് പിന്നാലെ ഓടിയപ്പോൾ തനിക്ക് തന്റെ കുടുംബം നഷ്ടപ്പെട്ടു? ഈ വഞ്ചനയുടെയും നിഗൂഢതയുടെയും നടുവിൽ താൻ ഒറ്റപ്പെട്ടതായി അവൾക്ക് തോന്നി. സാവിത്രി പറഞ്ഞ ആ ഭയത്തിന്റെ പൊരുളറിയാൻ മായ ഒരു തന്ത്രം മെനഞ്ഞു. ആരെങ്കിലും ഒരാളെ വഞ്ചിക്കുന്നുണ്ടെങ്കിൽ അത് കയ്യോടെ പിടികൂടണം എന്ന ലക്ഷ്യം മാത്രമായി പിന്നീട് മായയുടെ ജീവിതം. അടുത്ത ദിവസം രാത്രി സാധാരണ പോലെ മായ ഹോസ്പിറ്റലിലേക്ക് ഇറങ്ങാൻ തയ്യാറെടുത്തു. ഇന്ന് രാത്രി വലിയൊരു സർജറിയുണ്ട്, ഞാൻ വരാൻ പുലർച്ചെയാകും എന്നവൾ എല്ലാവരോടും കള്ളം പറഞ്ഞു. അപ്പോഴും സാവിത്രിയുടെ മുഖത്ത് ആ പഴയ ആകുലത മായ കണ്ടു. രാഹുൽ പതിവ് പോലെ മൗനിയായി ലാപ്ടോപ്പിൽ മുഴുകിയിരുന്നു. മായ വേഗത്തിൽ കാർ സ്റ്റാർട്ട് ചെയ്തു. പക്ഷേ അവൾ ഹോസ്പിറ്റലിലേക്ക് പോയില്ല. നഗരത്തിന്റെ തിരക്കിലൂടെ അവൾ കുറച്ചു നേരം വെറുതെ വണ്ടി ഓടിച്ചു. അവളുടെ ഉള്ളിൽ സംശയത്തിന്റെ അഗ്നി പുകയുന്നുണ്ടായിരുന്നു. അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ മായ കാർ ഫ്ളാറ്റിന് അല്പം അകലെ പാർക്ക് ചെയ്തു. ലിഫ്റ്റ് ഉപയോഗിക്കാതെ സ്റ്റെയർ കേസ് വഴി അവൾ 12ാം നിലയിലേക്ക് നടന്നു. ശ്വാസം മടക്കി പിടിച്ച് അവൾ തന്റെ ഫ്ളാറ്റിന്റെ വാതിലിന് മുന്നിലെത്തി. പുറത്തെ വെളിച്ചം അണഞ്ഞിരിക്കുന്നു. അവൾ തന്റെ കീ ഉപയോഗിച്ച് അതീവ ജാഗ്രതയോടെ വാതിൽ തുറന്നു. അകത്ത് വല്ലാത്തൊരു നിശബ്ദത. രാഹുലിന്റെ മുറിയിൽ വെളിച്ചമില്ല. അനഘയുടെ മുറിയിൽ നിന്ന് ഒരു നേരിയ ശബ്ദം കേൾക്കാം. മായ പൂച്ചയെ പോലെ ശബ്ദമുണ്ടാക്കാതെ ഇടനാഴിയിലൂടെ നടന്നു. അവളുടെ ഹൃദയമിടിപ്പ് അവളുടെ ചെവിയിൽ മുഴങ്ങുന്നുണ്ടായിരുന്നു. സാവിത്രി എവിടെയാണ്? രാഹുൽ എവിടെയാണ്? തന്റെ വീട്ടിനുള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന ആ വലിയ സത്യം എന്തായിരിക്കും? ഓരോ ചുവടും മുന്നോട്ട് വെക്കുമ്പോൾ മായയുടെ ഉള്ളിൽ ഭയവും ആകാംക്ഷയും നിറഞ്ഞു. അവൾ അനഘയുടെ മുറിയുടെ വാതിലിനടുത്തെത്തി. വാതിൽ പൂർണ്ണമായും അടച്ചിരുന്നില്ല. ഉള്ളിൽ നിന്ന് കേൾക്കുന്ന ശബ്ദം മായയെ മരവിപ്പിച്ചു കളഞ്ഞു. അത് കേവലം ഒരു സംസാരമായിരുന്നില്ല, മറിച്ച്
ശ്വാസം മുട്ടിക്കുന്ന രഹസ്യത്തിന്റെ തുടക്കമായിരുന്നു. മായ സാവധാനം വാതിൽ തള്ളി തുറന്നു. ആ നിമിഷം വരെ താൻ കരുതി വെച്ചിരുന്ന എല്ലാ ധാരണകളും ആ നിമിഷം തകർന്നു തരിപ്പണമാകാൻ പോവുകയാണെന്ന് മായ അറിഞ്ഞിരുന്നില്ല. വാതിൽ തള്ളി തുറന്ന മായ കണ്ട കാഴ്ച ഒരു ഡോക്ടർ എന്ന നിലയിലോ അമ്മ എന്ന നിലയിലോ അവൾക്ക് താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു. മുറിയിലെ പ്രധാന വിളക്കുകൾ അണച്ചിരുന്നു. ടേബിൾ ലാമ്പിന്റെ മങ്ങിയ മഞ്ഞ വെളിച്ചത്തിൽ അനഘയുടെ മുഖത്ത് താൻ അതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു രൗദ്രഭാവം മായ കണ്ടു. ഒരു 14-കാരിയുടെ കോമളമായ മുഖമല്ല, മറിച്ച് പകയും ആക്രോശവും നിറഞ്ഞ മറ്റൊരാളുടെ മുഖമായിരുന്നു അത്. അനഘ സാവിത്രിയെ ഭിത്തിയോട് ചേർത്ത് നിർത്തി അവളുടെ മുടിയിൽ ബലമായി പിടിച്ചു കുലുക്കുകയായിരുന്നു. സാവിത്രിയുടെ വസ്ത്രങ്ങൾ അലങ്കോലപ്പെട്ടിരുന്നു. മുഖത്ത് അടിയേറ്റ പാടുകൾ തെളിഞ്ഞു കാണാം. സാവിത്രി പ്രതികരിക്കാൻ പോലും കഴിയാതെ കൈകൂപ്പി കരയുകയായിരുന്നു. എത്ര തവണ നിന്നോട് പറയണം എനിക്ക് ഭക്ഷണം വേണ്ടെന്ന്? നീ ആരാണ് എന്നെ ഭരിക്കാൻ? എന്റെ അമ്മയെപ്പോലെ അഭിനയിക്കരുത്. അനഘയുടെ ശബ്ദത്തിൽ ഒരു പരുക്കൻ ഭാവമുണ്ടായിരുന്നു. അതൊരു കൗമാരക്കാരിയുടെ സ്വാഭാവിക ദേഷ്യമായിരുന്നില്ല, മറിച്ച് മനസ്സിനെ കാർന്നു തിന്നുന്ന കടുത്ത വൈകാരിക വിഭ്രാന്തിയുടെ പ്രതിഫലനമായിരുന്നു. അനഘയുടെ കണ്ണുകളിൽ കണ്ട അഭ്രാന്തമായ തിളക്കം മായയെ വിറപ്പിച്ചു. അനഘ! മായ അലറിക്കൊണ്ട് മകളുടെ അടുത്തേക്ക് ഓടിച്ചെന്നു. പെട്ടെന്നുള്ള ആ ശബ്ദം കേട്ട് അനഘ നെട്ടിത്തിരിഞ്ഞു. അനഘയുടെ കൈകളിൽ നിന്ന് സാവിത്രിയെ മായ ബലമായി പിടിച്ചു മാറ്റി. മകളുടെ അക്രമാസക്തമായ സ്വഭാവം കണ്ട മായയുടെ ഉള്ളിൽ ഭയവും സങ്കടവും തിരതല്ലി. മായയുടെ സാന്നിധ്യം മകളെ തണുപ്പിക്കുമെന്ന് അവൾ കരുതിയെങ്കിലും സംഭവിച്ചത് മറ്റൊന്നായിരുന്നു. മായയെ കണ്ടതും അനഘയുടെ ദേഷ്യം ഇരട്ടിച്ചു. അവൾ മായയെ തള്ളിക്കൊണ്ട് പിന്നോട്ട് മാറി. നീ ആരാണ് ഇവിടെ വരാൻ? നീ എന്തിനാണിപ്പോൾ വന്നത്? അനഘ അലറിക്കൊണ്ട് ചോദിച്ചു. മോളെ, ഞാൻ നിന്റെ അമ്മയാണ്. നീ എന്തിനാണ് സാവിത്രിയെ ഇങ്ങനെ ഉപദ്രവിക്കുന്നത്? മായ വിറക്കുന്ന സ്വരത്തിൽ ചോദിച്ചു. എന്നാൽ അനഘ വിട്ടുകൊടുക്കാൻ തയ്യാറല്ലായിരുന്നു. അവൾ മേശപ്പുറത്തിരുന്ന പൂച്ചട്ടി തറയിലെറിഞ്ഞു പൊട്ടിച്ചു. ശബ്ദത്തോടെ അത് തകർന്നപ്പോൾ മായ നെട്ടിപ്പോയി. അമ്മയോ? എനിക്കമ്മയില്ല. നിങ്ങൾ വെറും ഒരു ഡോക്ടർ മാത്രമാണ്. നിനക്ക് നിന്റെ ഹോസ്പിറ്റലും പണവും പ്രശസ്തിയും മാത്രം മതി. എനിക്ക് സാവിത്രിയെ മതി. പക്ഷേ അവൾ ഞാൻ പറയുന്നതനുസരിക്കണം. അവൾ എൻ്റെ മാത്രം അമ്മയാകണം. അനഘയുടെ വാക്കുകൾ മായയുടെ ഹൃദയത്തിൽ ഈയമുരുക്കി ഒഴിച്ചതുപോലെ തോന്നി. താൻ സ്നേഹത്തോടെ വളർത്തിയ, ഓമനിച്ചു നടന്ന തന്റെ മകൾക്ക് താനുമായി ഇത്രയേറെ അകലമുണ്ടെന്നത് മായയെ തകർത്തു. അപ്പോഴും സാവിത്രി തറയിലിരുന്ന് ഏങ്ങി കരയുകയായിരുന്നു. മായ സാവിത്രിയെ എഴുന്നേൽപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ അവൾ മായയുടെ കാലുകളിൽ വീണു. മാഡം, എന്നോട് ക്ഷമിക്കണം. ഞാനിത് നിങ്ങളോട് എത്ര തവണ പറയാൻ വന്നിട്ടുണ്ടെന്നറിയാമോ? പക്ഷേ ആ സമയത്തൊക്കെ മോൾ എന്നെ ഭീഷണിപ്പെടുത്തിയിരുന്നു. ഇത് നിങ്ങളോട് പറഞ്ഞാൽ അവൾ ആത്മഹത്യ ചെയ്യുമെന്ന് അവൾ പറഞ്ഞു. മാഡം ജോലിക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ അവൾ മറ്റൊരാളായി മാറും. സാവിത്രി വിതുമ്പിക്കൊണ്ട് പറഞ്ഞു നിർത്തി. സാവിത്രി പറഞ്ഞ ഓരോ വാക്കുകളും മായയെ ഓരോ തവണ വെട്ടുന്നത് പോലെ തോന്നി. കഴിഞ്ഞ 1.5 വർഷമായി അനഘ ഈ അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത് എന്നറിഞ്ഞപ്പോൾ മായയുടെ ഹൃദയം നുറുങ്ങി. മായ രാത്രികളിൽ ജോലിക്ക് പോകുമ്പോൾ അനഘയുടെ ഉള്ളിലെ ഏകാന്തതയും അമ്മയോടുള്ള ദേഷ്യവും ഒരു തരം മാനസിക വിഭ്രാന്തിയായി മാറുകയായിരുന്നു. തനിക്ക് അമ്മയിൽ നിന്ന് ലഭിക്കാത്ത സാമീപ്യം സാവിത്രിയിൽ കണ്ടെത്താൻ ശ്രമിക്കുകയാണ് അനഘ. സാവിത്രി അവൾക്ക് ഭക്ഷണം വാരി കൊടുക്കണം, അവളുടെ കൂടെ കിടക്കണം, അവളെ തലോടണം എന്നൊക്കെ അനഘ വാശി പിടിച്ചിരുന്നു. സാവിത്രി അതിന് തയ്യാറാകാതെ വരുമ്പോൾ അവൾ അക്രമാസക്തയാകും. എന്നാൽ പിറ്റേന്ന് രാവിലെ ഒന്നും അറിയാത്തതുപോലെ അനഘ സാധാരണ നിലയിലാകും. പാവം തോന്നിയിട്ടാണ് മാഡം ഞാനൊന്നും പറയാതിരുന്നത്. സാവിത്രി തുടർന്നു. പിന്നെ എനിക്ക് പേടിയായിരുന്നു. മോളുടെ ഈ അവസ്ഥ മേഡം അറിഞ്ഞാൽ മേഡം തകർന്നു പോകുമെന്ന് ഞാൻ കരുതി. മായ തറയിൽ തളർന്നിരുന്നു പോയി. തന്റെ മകൾ മാനസികമായി ഇത്രയേറെ തകർന്നിട്ടും താനൊന്നും അറിഞ്ഞില്ലല്ലോ എന്ന കുറ്റബോധം അവളെ ശ്വാസം മുട്ടിച്ചു. തലച്ചോറിലെ ശസ്ത്രക്രിയകൾ നടത്തി അനേകം പേരെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവന്ന താൻ സ്വന്തം മകളുടെ മനസ്സിലെ മുറിവുകൾ കണ്ടില്ല. താൻ സമ്പാദിച്ച പണത്തിനൊന്നും തന്റെ മകളുടെ ഈ ശൂന്യത നികത്താൻ കഴിയില്ലെന്ന് അവൾ തിരിച്ചറിഞ്ഞു. ഞാനൊരു പരാജയമാണ്, മായ സ്വയം മന്ത്രിച്ചു. അവൾ മെല്ലെ അനഘയുടെ അടുത്തേക്ക് ചെന്നു. അനഘ അവളെ നോക്കാതെ മുഖം തിരിച്ചു മുറിയുടെ മൂലയിൽ തളർന്നിരിക്കുകയാണ്. സാവിത്രി അപ്പോഴും കരച്ചിൽ നിർത്തിയിരുന്നില്ല. ആ ആഡംബര ഫ്ലാറ്റിലെ എല്ലാ തിളക്കവും ഇപ്പോൾ കിട്ടുപോയതുപോലെ മായക്ക് തോന്നി. താൻ ഒരു ഡോക്ടറാണ്, എന്നാൽ മകളുടെ അസുഖം ഭേദമാക്കാൻ തനിക്ക് കഴിഞ്ഞില്ല. പകരം താൻ അവൾക്ക് നൽകിയത് പണവും സൗകര്യങ്ങളും മാത്രമാണ്. ആ രാത്രി മായയുടെ ഉള്ളിലെ അമ്മയും ഡോക്ടറും ഒരേ സമയം തോറ്റുപോയ രാത്രിയായിരുന്നു. തന്റെ കുറിപ്പടികളല്ല, മറിച്ച് തന്റെ സാമീപ്യമാണ് മകൾക്ക് വേണ്ടതെന്ന്
അവൾ വൈകി തിരിച്ചറിഞ്ഞു. ആ തിരിച്ചറിവിന്റെ വേദനയിൽ മായയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ഈ സംഭവങ്ങൾ മായയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ വഴിത്തിരിവായി മാറുകയായിരുന്നു. അനഘയുടെ മുറിയിലെ ആ ഭീകരമായ അന്തരീക്ഷത്തിലേക്ക് രാഹുൽ കടന്നു വന്നു. കനത്ത മഴയിൽ നനഞ്ഞൊട്ടുന്ന വസ്ത്രങ്ങളുമായാണ് അയാൾ വന്നത്. അവിടെ തകർന്നു നിൽക്കുന്ന മായയെ കണ്ടപ്പോൾ രാഹുലിന്റെ മുഖത്ത് അത്ഭുതമൊന്നും തോന്നിയില്ല. മറിച്ച് മാസങ്ങളായി താൻ തനിച്ച് ചുമലിലേറ്റിയ ഒരു വലിയ രഹസ്യം പങ്കുവെക്കാൻ ഒരാൾ എത്തിയതിലെ ആശ്വാസമാണ് അയാളുടെ കണ്ണുകളിൽ തെളിഞ്ഞത്. തറയിൽ തകർന്നു കിടക്കുന്ന പൂച്ചട്ടി, വിറങ്ങലിച്ചു നിൽക്കുന്ന സാവിത്രി, മൂലയിലിരുന്ന് വിതുമ്പുന്ന അനഘ. ഈ കാഴ്ചകൾ കണ്ട രാഹുൽ ഒരു നിമിഷം സ്തംഭിച്ചു നിന്നു. പിന്നെ സാവധാനം അയാൾ മായയുടെ അരികിലെത്തി. മായയുടെ തോളിൽ കൈവച്ച് അയാൾ ശാന്തമായി പറഞ്ഞു, മായ, നമുക്ക് താഴേക്ക് പോകാം. മായ മറുത്തൊന്നും പറഞ്ഞില്ല. അവളുടെ ശരീരം ഐസ് പോലെ തണുത്തിരുന്നു. രാഹുൽ അവളെ പതുക്കെ ലിവിംഗ് റൂമിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അനഘയുടെ മുറിയിൽ സാവിത്രി മകളെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. സാവിത്രിയെ ഉപദ്രവിച്ച അനഘ തന്നെ ഇപ്പോൾ സാവിത്രിയുടെ മടിയിൽ തലവെച്ച് കിടന്ന് കരയുന്നത് കാണുമ്പോൾ മായക്ക് അതൊരു അത്ഭുതമായി തോന്നി. നീ എന്തിനാണ് രാഹുൽ എന്നോടിതൊക്കെ മറച്ചുവെച്ചത്? മായയുടെ വാക്കുകൾ കരച്ചിലിനിടയിൽ മുറിഞ്ഞുപോയി. എന്റെ മകൾക്ക് ഇത്രയും വലിയൊരു പ്രശ്നമുണ്ടായിട്ടും ഞാനൊന്നും അറിഞ്ഞില്ലല്ലോ. നിനക്കെങ്കിലും എന്നോടൊന്ന് സൂചിപ്പിക്കാമായിരുന്നു. രാഹുൽ ഒരു ദീർഘശ്വാസമെടുത്ത് അവളുടെ കൈകൾ തന്റെ കൈക്കുള്ളിലാക്കി. അയാളുടെ കണ്ണുകളിൽ വലിയൊരു സങ്കടമുണ്ടായിരുന്നു. മായ, നീ എത്രത്തോളം സമ്മർദ്ദത്തിലാണ് ജോലി ചെയ്യുന്നതെന്ന് എനിക്കറിയാം. ദിവസവും സങ്കീർണമായ ശസ്ത്രക്രിയകൾ ചെയ്യുന്ന നിനക്ക് വീട്ടിലെ ഈ പ്രശ്നങ്ങൾ കൂടി താങ്ങാൻ കഴിയില്ലെന്ന് ഞാൻ ഭയപ്പെട്ടു. നിന്റെ ശ്രദ്ധ തെറ്റിയാൽ അത് ഹോസ്പിറ്റലിലെ രോഗികളെ ബാധിക്കുമെന്ന് ഞാൻ കരുതി. കൗമാരപ്രായത്തിലെ ഹോർമോൺ മാറ്റങ്ങളും നിന്റെ അഭാവമുണ്ടാക്കിയ ഏകാന്തതയും അവളെ വല്ലാതെ തളർത്തിയിരുന്നു. രാഹുൽ തുടർന്നു, നിന്നെ അറിയിക്കാതെ അവളെ മാറ്റിയെടുക്കാൻ ഞങ്ങൾ പരമാവധി ശ്രമിച്ചു. സാവിത്രിയെ ഉപദ്രവിക്കുന്നത് അവൾ ബോധപൂർവമല്ലാതെ ചെയ്യുന്നതാണ്. നിന്റെ സ്നേഹത്തിനു വേണ്ടിയുള്ള ഒരു തരം രോദനമാണത്. സാവിത്രിയെ അവൾ നിന്റെ സ്ഥാനത്ത് കാണാൻ ശ്രമിക്കുന്നു. പക്ഷേ സാവിത്രി മായയല്ല എന്ന് തിരിച്ചറിയുമ്പോൾ ഉണ്ടാകുന്ന ആ നിരാശയാണ് ആക്രമണമായി മാറുന്നത്. മായ മരവിച്ചിരുന്നു പോയി. താൻ പടുത്തുയർത്തിയ ആഡംബര ജീവിതം എത്രമാത്രം പൊള്ളയാണെന്ന് അവൾക്ക് ബോധ്യമായി. തലച്ചോറിലെ നരമ്പുകളെ കീറിമുറിച്ച് രോഗികളെ സുഖപ്പെടുത്തുന്ന താൻ സ്വന്തം മകളുടെ മനസ്സിന്റെ താളം തെറ്റിയത് അറിഞ്ഞില്ല. തന്റെ സ്നേഹത്തിന് പകരമായി താൻ നൽകിയത് വെറും പണവും സുഖസൗകര്യങ്ങളും മാത്രമായിരുന്നു. മക്കൾക്ക് വേണ്ടത് അമ്മ എന്ന ഐഡന്റിറ്റിയല്ല, മറിച്ച് അമ്മയുടെ ചൂടും സാമീപ്യവുമാണെന്ന് അവൾ വൈകി തിരിച്ചറിഞ്ഞു. സാവിത്രി, അവൾ ഇതെല്ലാം സഹിക്കുകയായിരുന്നല്ലേ? മായ സാവധാനം മന്ത്രിച്ചു. അതേ മായ, രാഹുൽ പറഞ്ഞു. സാവിത്രിയോട് നമുക്ക് ഒരിക്കലും തീർത്താൽ തീരാത്ത കടപ്പാടുണ്ട്. അനഘ അവൾക്ക് ശാരീരികമായി വേദന നൽകുമ്പോഴും സാവിത്രി പരാതി പറഞ്ഞില്ല. കുഞ്ഞല്ലേ സാർ, അവൾക്ക് അമ്മയുടെ സാമീപ്യം കിട്ടാത്തതിന്റെ സങ്കടം തീർക്കുന്നതല്ലേ എന്നാണ് സാവിത്രി എന്നോട് പറഞ്ഞത്. അവളെ ഉപദ്രവിച്ച അനഘയെ തന്നെ അവൾ വീണ്ടും നെഞ്ചോട് ചേർക്കും. ശരിക്കും പറഞ്ഞാൽ സാവിത്രി ഈ കുടുംബത്തിന് വേണ്ടി വലിയൊരു ത്യാഗമാണ് ചെയ്തത്. മായയുടെ ഉള്ളിലുണ്ടായിരുന്ന അഹങ്കാരം പൂർണ്ണമായും മങ്ങിപ്പോയി. സാവിത്രിയെ കേവലം ഒരു വേലക്കാരിയായി മാത്രം കണ്ടെത്താൻ എത്രയോ ചെറുതാണെന്ന് അവൾക്ക് തോന്നി. സാവിത്രിയോടുള്ള ബഹുമാനം മായയുടെ ഉള്ളിൽ നിറഞ്ഞൊഴുകി. അവൾ സാവധാനം എഴുന്നേറ്റ് അനഘയുടെ മുറിയിലേക്ക് നടന്നു. അവിടെ കണ്ട കാഴ്ച മായയുടെ കണ്ണുകളെ വീണ്ടും ഇറനണിയിച്ചു. സാവിത്രി അനഘയുടെ മുറിവുകളിൽ മരുന്ന് പുരട്ടി കൊടുക്കുന്നു. അനഘ സാവിത്രിയെ മുറുകെ കെട്ടിപ്പിടിച്ച് ഉറങ്ങാൻ ശ്രമിക്കുകയാണ്. സാവിത്രി മായയെ കണ്ടതും പേടിയോടെ എഴുന്നേൽക്കാൻ ശ്രമിച്ചു. എന്നാൽ മായ ഓടിച്ചെന്ന് സാവിത്രിയുടെ കൈകൾ പിടിച്ചു. സാവിത്രി, എന്നോട് ക്ഷമിക്കണം. ഞാൻ നിന്നെയും രാഹുലിനെയും സംശയിച്ചു. നിനക്ക് ഇത്രയേറെ വേദന നൽകിയിട്ടും നീ ഈ വീടിന് വേണ്ടി നിലകൊണ്ടു. നീ ഒരു വലിയ മനുഷ്യനാണ്. മായയുടെ വാക്കുകൾ കേട്ട് സാവിത്രി വിതുമ്പി. അയ്യോ മാഡം, അങ്ങനെയൊന്നും പറയല്ലേ. എനിക്ക് അനഘ എന്റെ കുഞ്ഞിനെ പോലെയാണ്. അമ്മയുടെ സാമീപ്യം കുറയുമ്പോൾ വരുന്ന ദേഷ്യമാണ് മോളുടേത്. മാഡം അടുത്തുണ്ടെങ്കിൽ ഇതൊക്കെ തന്നെ മാറും. രാത്രിയുടെ ആ യാമത്തിൽ മായ തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ തീരുമാനമെടുത്തു. മകളുടെ മാനസിക ആരോഗ്യത്തെക്കാൾ വലുതല്ല ലോകത്തെ ഒരു പ്രശസ്തിയും പണവുമെന്ന്. രാത്രി ഷിഫ്റ്റുകൾ താൻ ഇനി ഏറ്റെടുക്കുന്നില്ലെന്നും ക്ലിനിക്കിന്റെ സമയം ക്രമീകരിക്കുമെന്നും അവൾ ഉറപ്പിച്ചു. പണം കൊണ്ട് വാങ്ങാൻ കഴിയാത്ത ഒന്നാണ് തന്റെ മകൾക്ക് വേണ്ടത്, സ്നേഹം. ആ സ്നേഹം നൽകാൻ താൻ തന്നെ വേണം. കുറ്റബോധത്തിന്റെ ഭാരം പതുക്കെ മാറി സ്നേഹത്തിന്റെ കുളിര് ആ മുറിയിൽ നിറഞ്ഞു. ജീവിതത്തിന്റെ വലിയൊരു പാഠം മായ ഉൾക്കൊണ്ടു കഴിഞ്ഞിരുന്നു. രാത്രിയുടെ ആ അശാന്തമായ നിമിഷങ്ങളിൽ മായ എടുത്ത തീരുമാനം
അവളുടെ ജീവിതത്തിന്റെ ഗതി തന്നെ മാറ്റിയെഴുതി. തന്റെ പ്രിയപ്പെട്ട മകൾക്ക് വേണ്ടത് പ്രശസ്തയായ ഡോക്ടർ എന്ന ലേബലല്ല, മറിച്ച് തളരുമ്പോൾ തലോടാനും ചേർത്ത് പിടിക്കാനും ഒരു അമ്മയെയാണ് വേണ്ടതെന്ന് മായ പൂർണ്ണമായി തിരിച്ചറിഞ്ഞു. പിറ്റേന്ന് മുതൽ തന്നെ മായ തന്റെ ജീവിത രീതിയിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്നു. ഹോസ്പിറ്റലിലെ രാത്രി ഷിഫ്റ്റുകൾ അവൾ പൂർണ്ണമായും ഒഴിവാക്കി. അത്യാവശ്യ ഘട്ടങ്ങളിൽ മാത്രമേ ഇനി രാത്രികളിൽ ഹോസ്പിറ്റലിലേക്ക് വരുള്ളൂ എന്ന് മാനേജ്മെന്റിനെ അറിയിച്ചു. ക്ലിനിക്കിലെ തിരക്കേറിയ സമയക്രമം അവൾ പുനർനിർണയിച്ചു. ആദ്യമൊക്കെ ഹോസ്പിറ്റൽ മാനേജ്മെന്റിനും സഹപ്രവർത്തകർക്കും ഇതൊരു അത്ഭുതമായിരുന്നു. കരിയറിന്റെ ഉന്നതിയിൽ നിൽക്കുന്ന ഒരുപാട് പേർക്ക് മാതൃകയായ ഒരാൾ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് പലരും ചോദിച്ചു. എന്നാൽ മായയുടെ ഉള്ളിൽ മറുപടി വ്യക്തമായിരുന്നു. മറ്റുള്ളവരുടെ ജീവൻ രക്ഷിക്കുന്നതിനിടയിൽ എനിക്ക് എന്റെ സ്വന്തം കുടുംബത്തിന്റെ ജീവൻ നഷ്ടപ്പെടുത്താൻ കഴിയില്ല. അനഘയുടെ ചികിത്സയിൽ മായ നേരിട്ട് പങ്കാളിയായി. സൈക്കോളജിസ്റ്റുമായി ചേർന്ന് അനഘയുടെ മനസ്സിനെ വീണ്ടും പഴയതുപോലെ ഊർജ്ജസ്വലമാക്കാൻ അവൾ പരിശ്രമിച്ചു. മുമ്പ് മങ്ങിയ ടേബിൾ ലാമ്പിന്റെ വെളിച്ചത്തിലിരുന്ന് അനഘ ശീലിച്ചിരുന്ന ആ മുറിയിൽ മായ ജനലുകൾ തുറന്നിട്ട് സൂര്യപ്രകാശത്തെ അകത്തേക്ക് കടക്കാൻ അനുവദിച്ചു. വൈകുന്നേരങ്ങളിൽ അനഘയോടും അർജുനോടുമൊപ്പം പാർക്കിൽ പോകാനും അവർക്കൊപ്പം കളിക്കാനും മായ സമയം കണ്ടെത്തി. അമ്മയുടെ സാമീപ്യവും സ്നേഹവും അനഘയുടെ മാനസികാവസ്ഥയിൽ അത്ഭുതകരമായ മാറ്റമുണ്ടാക്കി. മരുന്നുകളേക്കാൾ വലുത് അമ്മയുടെ ആ കരുതലിന് നൽകാൻ കഴിയുമെന്ന് മായ ഓരോ ദിവസവും തിരിച്ചറിഞ്ഞു. അനഘയുടെ കണ്ണുകളിലെ അഭ്രാന്തമായ തിളക്കം മാഞ്ഞുപോയി. പകരം അവിടെ സ്നേഹവും വിനയവും തിരിച്ചു വന്നു. പഴയതുപോലെ തന്നോട് ഒട്ടിയിരുന്ന കാര്യങ്ങൾ പങ്കുവെക്കുന്ന അനഘയെ കണ്ടപ്പോൾ മായയുടെ മനസ്സ് നിറഞ്ഞു. സാവിത്രിയോടുള്ള മായയുടെ സമീപനം പൂർണ്ണമായും മാറി. ഒരിക്കൽ കേവലം ഒരു കൂലിക്കാരിയായി മാത്രം കണ്ടിരുന്ന സാവിത്രി ഇന്ന് ആ വീടിന്റെ കാവൽ മാലാഖയാണെന്ന് മായ വിശ്വസിക്കുന്നു. സാവിത്രിയുടെ ക്ഷമയും സഹിഷ്ണുതയുമാണ് തന്റെ കുടുംബത്തെ തകർച്ചയിൽ നിന്ന് രക്ഷിച്ചതെന്ന് മായ രാഹുലിനോട് പലപ്പോഴും പറയാറുണ്ട്. സാവിത്രിയുടെ ഗ്രാമത്തിലേക്ക് മടക്കി അയക്കാൻ മായക്കൂട്ടും താല്പര്യമുണ്ടായിരുന്നില്ല. ഒരു ദിവസം മായ സാവിത്രിയോട് പറഞ്ഞു, ഇനി നിന്റെ മക്കൾ പാലക്കാട് ഒറ്റയ്ക്ക് കഴിയേണ്ടതില്ല. അവരെ ഇങ്ങോട്ട് കൊണ്ടുവരണം. ഈ ഫ്ലാറ്റിൽ എന്റെ മക്കൾക്കൊപ്പം അവരും വളരട്ടെ. സാവിത്രിയുടെ കണ്ണുകൾ നിറഞ്ഞു. മായ വാക്കുപാലിച്ചു. സാവിത്രിയുടെ 2 മക്കളെയും കൊച്ചിയിലെ മികച്ച സ്കൂളിൽ ചേർത്തു. അവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ആ വലിയ ഫ്ലാറ്റിൽ തന്നെ ഒരുക്കി. സാവിത്രിയെ സംബന്ധിച്ചിടത്തോളം അതൊരു പുതിയ ജന്മമായിരുന്നു. രാഹുലുമായുള്ള മായയുടെ ബന്ധം കൂടുതൽ ദൃഢമായി. ആ വീട്ടിനുള്ളിൽ ഇപ്പോൾ അധികാരത്തിന്റെ വേർതിരിവുകളില്ല. എല്ലാവരും പരസ്പരം സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഒരിടമായി ആ ഫ്ലാറ്റ് മാറി. നഗരത്തിന്റെ കോലാഹലങ്ങൾക്കും തിരക്കുകൾക്കുമിടയിലും 12ാം നിലയിലെ ആ വലിയ ഫ്ലാറ്റിൽ ഒരു സ്വർഗീയ അന്തരീക്ഷം ഉടലെടുത്തു. മായ തന്റെ കരിയറിലെ നേട്ടങ്ങൾ തീരെ ഉപേക്ഷിച്ചില്ല. പക്ഷേ അവൾ തന്റെ മുൻഗണനകൾ പുനർനിർണയിച്ചു. നമുക്ക് ലോകത്തെ മുഴുവൻ കീഴടക്കാം, പക്ഷേ സ്വന്തം വീടിനുള്ളിലെ ഹൃദയങ്ങളെ തോൽപ്പിച്ചുകൊണ്ടാവരുത് അത്. ഇതായിരുന്നു തന്റെ ജൂനിയർ ഡോക്ടർമാർക്ക് മായ നൽകുന്ന പ്രധാന ഉപദേശം. ഒരു പെൺകുട്ടിയുടെ ജീവിതത്തിൽ, പ്രത്യേകിച്ച് കൗമാരപ്രായത്തിൽ, അമ്മയുടെ സാന്നിധ്യത്തിന് പകരം വെക്കാൻ ഒരു പണത്തിനും പദവിക്കും കഴിയില്ലെന്ന വലിയ സത്യം അവൾ അനുഭവിച്ചറിഞ്ഞു. കൊച്ചി നഗരം പഴയതുപോലെ തിരക്കിലാണ്. MG റോഡിലൂടെ വാഹനങ്ങൾ ഇപ്പോഴും ചുവപ്പും മഞ്ഞയും വെളിച്ചം വിതറി ഒഴുകുന്നു. പക്ഷേ ആ 12ാം നിലയിലെ ബാൽക്കണിയിൽ നിൽക്കുന്ന മായയുടെ മുഖത്തിപ്പോൾ വലിയൊരു ശാന്തതയുണ്ട്. അവൾക്ക് ചുറ്റും അനഘയും അർജുനും സാവിത്രിയുടെ കുട്ടികളും ഓടിക്കളിക്കുന്നു. അകത്ത് രാഹുലും സാവിത്രിയും സന്തോഷത്തോടെ സംസാരിക്കുന്നു. കഴിഞ്ഞുപോയ ആ കറുത്ത രാത്രികൾ മായയെ ഒരു വലിയ പാഠം പഠിപ്പിച്ചു. സ്നേഹമാണ് ഏറ്റവും വലിയ മരുന്ന്. കുടുംബമാണ് ഏറ്റവും വലിയ സമ്പാദ്യം. മായയുടെ ജീവിതത്തിൽ ഒരു പുതിയ പുലരി ഉദിച്ചുയർന്നിരിക്കുന്നു. ഇനി ഒരിക്കലും അസ്തമിക്കാത്ത ആ സ്നേഹത്തിന്റെ പുലരി. ആ ഫ്ലാറ്റ് ഇപ്പോൾ കേവലം ഒരു സിമന്റ് ചുവരുകളല്ല, സ്നേഹത്തിന്റെ വെളിച്ചം നിറഞ്ഞൊഴുകുന്ന ഒരു പുണ്യസ്ഥലമായി മാറിയിരിക്കുന്നു. എല്ലാം തികഞ്ഞ ജീവിതത്തിൽ മായയ്ക്കിപ്പോൾ യാതൊരു കുറവുമില്ല. കാരണം അവൾക്ക് തന്റെ പ്രിയപ്പെട്ടവരെ തിരിച്ചു കിട്ടിയിരിക്കുന്നു. പ്രിയമുള്ളവരെ, ജീവിതം എന്നത് നേട്ടങ്ങളുടെ ഒരു നീണ്ട നിര മാത്രമല്ല, മറിച്ച് ആ നേട്ടങ്ങൾ ആരുടെ കൂടെ പങ്കുവെക്കുന്നു എന്നതിലാണ് അതിന്റെ യഥാർത്ഥ അർത്ഥം ഇരിക്കുന്നത്. മായയുടെ കഥ നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ പാഠം വിജയത്തിന്റെ യഥാർത്ഥ അളവുകോൽ എന്താണെന്നതാണ്. ഒരു ന്യൂറോ സർജൻ എന്ന നിലയിൽ തലച്ചോറിലെ സങ്കീർണമായ ശസ്ത്രക്രിയകൾ വിജയകരമായി പൂർത്തിയാക്കി രോഗികൾക്ക് പുതുജീവൻ നൽകാൻ മായയ്ക്ക് സാധിച്ചു. എന്നാൽ ലോകം അവളെ ഒരു വലിയ ഡോക്ടറായി വാഴ്ത്തുമ്പോഴും സ്വന്തം മകളുടെ മനസ്സിനേറ്റ മുറിവുകൾ കാണാൻ അവൾക്ക് കഴിഞ്ഞില്ല. ഇത് പലപ്പോഴും നമ്മുടെയെല്ലാം ജീവിതത്തിൽ സംഭവിക്കുന്ന ഒന്നാണ്. കരിയറിലെ ഉയർച്ചയ്ക്ക് വേണ്ടി നാം ചിലപ്പോൾ നമ്മുടെ വ്യക്തിജീവിതത്തെയും ബന്ധങ്ങളെയും ബലി നൽകുന്നു.
എന്നാൽ അവസാന നിമിഷം തിരിഞ്ഞു നോക്കുമ്പോൾ സമ്പാദിച്ച പദവികളേക്കാൾ വലുതായി നമുക്ക് നഷ്ടപ്പെട്ട സ്നേഹനിമിഷങ്ങളുടെ ശൂന്യതയാണ് ബാക്കിയാകുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്കായി ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി.